ടക്കാക്കോ മോമോക്കോ ആൻറ്റിയെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും മൊർസോക്കി ബുക്ക് ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. മോമോക്കാണ് അവളെ അകത്തേക്ക് വെൽക്കം ചെയ്തത്. അവൾ ചുറ്റും നോക്കിയെല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. നിറയെ പുസ്തകങ്ങളും പഴയ പുസ്തകങ്ങളുടെ മണവും. ആദ്യമായിട്ട് മൊർസാക്കിയിൽ വന്ന ദിവസം അവൾക്ക് ഓർമ്മ വന്നു. അന്ന് ഈ മണം അവൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും ഇപ്പം ആ സ്മെല്ല് അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. ടക്കാക്കോ കുറച്ച് സ്വീറ്റ് കേക്കൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അങ്കിളും മോമോക്കോ ആൻറ്റിയും ടക്കാക്കോ ഒക്കെ ചേർന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ 1-2 കസ്റ്റമേഴ്സൊക്കെ വന്നു. അവരെയൊക്കെ വളരെ നന്നായിട്ട് മോമോക്കോ ആൻറ്റിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലെ റൂമിൽ എത്തിയപ്പോഴും മോമോക്കോ ഒരു റെസ്റ്റും ഇല്ലാതെ ടക്കാക്കയോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ടക്കാക്കോ കുറച്ചാലും ഇവിടെ സ്റ്റേ ചെയ്തിരുന്നല്ലേ, AC ശരിക്കും വർക്കാവുന്നില്ല, സമ്മറിൽ ഭയങ്കര ചൂടായിരിക്കും. കൊണ്ടുവന്ന സ്വീറ്റ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് വാങ്ങിയത്? ഈ നൈബർഹുഡിൽ മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ പുതിയ ഷോപ്സൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. മോമൊക്കെ ഇടവേള ഇല്ലാതെ ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന കണക്കിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൻറ്റി അങ്കിളിൻ്റെ കവിളിൽ നുള്ളുന്നതും അവൾ കണ്ടു. നുള്ളി അങ്കിളിൻ്റെ 2 കവിളും ചോന്നിരിക്കുകയാണ്. എന്താണ് എപ്പോഴും അങ്കിളിൻ്റെ കവിളിൽ ഇങ്ങനെ നുള്ളുന്നതെന്ന് അവൾ ചോദിച്ചു. മോമോക്കോ ചിരിച്ചുകൊണ്ട്, ഇത് നിനക്ക് നുള്ളുന്നതായിട്ട് തോന്നിയോ? ഇത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടവരെ കവിളിൽ നുള്ളുന്നത്. പക്ഷെ ഇങ്ങനെ നുള്ളുമ്പോൾ സട്ടൂറിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് അല്ലേ? അപ്പോൾ മോമോക്കോ ആൻറ്റി ടക്കാക്കോട് ചോദിക്കുകയാണ്. ടക്കാക്കോ അങ്കിളുടെ മുഖത്തേക്കൊന്ന് നോക്കി. 2 കവിളും ചോന്ന് തുടുത്തിട്ടുണ്ട്. വേദനയൊക്കെ കടിച്ചു പിടിച്ചിരിക്കുകയാണെന്നല്ലാതെ ക്യൂട്ടായിട്ടൊന്നും ആ മുഖം കണ്ടിട്ട് അവൾക്ക് തോന്നിയില്ല. അവസാനം സഹയായിട്ട് സട്ടൂറും അങ്കിൾ തന്നെ നിർത്താൻ പറയേണ്ടി വന്നു. ടക്കാക്കയുടെ മുന്നിൽ വെച്ചും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എംബാരസിങ് ആയിട്ടില്ലേ? അത് കേട്ട് മോമോക്കോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ എംബാരസ്ഡ് ആകുന്നത്? അവൾ നമ്മുടെ മരുമകളല്ലേ, സ്ട്രേഞ്ചറൊന്നും അല്ലല്ലോ. ഇതൊക്കെ കണ്ടു ഒരു നിമിഷം ടക്കാക്കോ ആലോചിച്ചു, ഇനിയെങ്ങാനും എന്നെയും ആൻറ്റിക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നുള്ളുമായിരിക്കുമോ? അവൾക്ക് നല്ല പേടി തോന്നി. മോമോക്കോ ടക്കാക്കയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ചു പറഞ്ഞു, നിന്നെ വീണ്ടും കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിന്നെപ്പറ്റി ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ ആ കുട്ടി മരുമകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ വളർന്ന് വലിയ കുട്ടിയായിട്ടുണ്ടാവും എന്നൊക്കെ. സ്കൂൾ ടൈമിൽ നിന്നെ കാണാൻ ശരിക്കും നല്ല ക്യൂട്ടായിരുന്നു. ശരിക്കും അവൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്ന് അവൾക്ക് ഓർമ്മ വന്നു. അവളുടെ പ്യൂബർട്ടി ടൈമായിരുന്നു ആ ടൈമൊക്കെ. മനസ്സിലുള്ള ഒരുപാട് ഫ്രസ്ട്രേഷൻ, ഫീലിങ്സ്, അതൊന്നും ആരോടും തുറന്നു പറയാൻ കഴിയാതെ ആ ഭാരം അവളെ ജീവൻ നശിപ്പിക്കൂ എന്ന് പോലും അവൾക്ക് തോന്നി പേടിച്ചിരുന്ന ആ ഒരു ടൈം. നോർമലി പെൺകുട്ടികൾ പ്യൂബർട്ടി എത്തുന്ന ടൈമിൽ അവൾക്ക് ഒരുപാട് ആങ്സൈറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സെയിം ഇഷ്യൂസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവളെ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഒതുങ്ങിയൊരു ശാന്ത സ്വഭാവമുള്ള കുട്ടിയായിട്ടാണ് അവൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. മോമൊക്കെ തിളങ്ങുന്ന കണ്ണുകളോടെ ടക്കാക്കെ തന്നെ നോക്കിയാണ്. അപ്പോൾ ടക്കാക്കയ്ക്ക് തോന്നി അവളൊരു കാര്യത്തിൽ തെറ്റ് ചെയ്തതുപോലെ. എല്ലാത്തിൻ്റെയും അവസാനം നമ്മുടെ എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും, എത്ര കാലം അടുപ്പമുണ്ടെങ്കിലും, ബ്ലഡ് റിലേഷൻ ആണെങ്കിലും, ഒരു സ്കൂളിൽ പഠിച്ചതാണെങ്കിലും, ഒരേ ഓഫീസിൽ വർക്ക് ചെയ്തതാണെങ്കിലും, നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കാൻ ശരിക്കും പാടാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ? ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ചതാണെങ്കിലും, ഓരോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് കാലം നമ്മൾ സൗഹൃദത്തിലാണെങ്കിൽ പോലും അവരുടെ ശരിക്കുള്ള സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വൈകിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്ന സമയത്തായിരിക്കും ശരിക്കും അവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ അവർ ചിലപ്പം ആ സ്വഭാവം അവർ ഹൈഡ് ചെയ്ത് വെച്ചു, അവരുടെ ട്രൂ സെൽഫ് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കില്ലേ? അതുകൊണ്ട് അവൾ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റിയുടെ ഓർമ്മയിലുള്ള പഴയ ടക്കാക്കയും ശരിക്കുള്ള ടക്കാക്കയും തമ്മിൽ വലിയ ദൂരമുണ്ട്. പക്ഷെ അതൊന്നും മോമോക്ക് മൈൻഡ് ചെയ്തതേ ഇല്ല. അതൊന്നും സാരമില്ല, അന്നൊക്കെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ നല്ല കുട്ടിയായിട്ട് അഭിനയിക്കുകയായിരുന്നു. നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും അല്പം ഗൗരവ സ്വഭാവക്കാരാണ് അല്ലേ? പ്രത്യേകിച്ച് സട്ടൂറിൻ്റെ അച്ഛൻ എപ്പോഴും ഗൗരവം, ആ സ്ഥായി ഭാവത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. കല്യാണം കഴിഞ്ഞ ടൈമിൽ ഫാമിലി ഗ്യാതറിങ്സിനൊക്കെ പങ്കെടുക്കുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും, മോമൊക്കെ പറയാണ്. അങ്കിളും ആൻറ്റിയും എങ്ങനെയാണ് കണ്ടതും ഇഷ്ടപ്പെട്ടതും എന്ന് അവൾ ആൻറ്റിയോട് ചോദിച്ചു. ഞങ്ങൾ പാരീസിൽ വെച്ചാണ് മീറ്റ് ചെയ്തത്. അത് അവൾക്ക് പുതിയ അറിവായിരുന്നു. മോമൊക്കെ ഇൻട്രസ്റ്റോടെ ടക്കാക്കോയ്ക്ക് അങ്കിളിനെ അനി ലവ് സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്. നിൻ്റെ അങ്കിൾ ആ ടൈമിൽ ട്രാവലിംഗ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റിലെ യൂസ്ഡ് ബുക്ക് ഷോപ്പിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല, അന്ന് താടിയും മുടിയൊക്കെ വളർത്തി മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഒരല്ലുന്ന കൊലം, കണ്ട പിച്ചക്കാരനാണെന്ന് തോന്നും. അങ്കിൾ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ആരും പിക്ക് പോക്കറ്റൊന്നും അടിച്ചുകൊണ്ട് പോവാത്തത്, കള്ളന്മാരൊന്നിനെ ടാർഗറ്റ് ചെയ്യാത്തത് എന്നൊക്കെ മോമൊക്കെ മൈൻഡ് ചെയ്യാതെ വീണ്ടും പറഞ്ഞു. പിന്നീട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അത് ഡേറ്റിംഗ് ആയി. തിരിച്ച് ജപ്പാനിലെത്തിയ ശേഷം കല്യാണവും കഴിച്ചു.
ഇപ്പം ഏകദേശം കാര്യങ്ങൾ ടക്കാക്കയ്ക്ക് പിടികിട്ടിയെങ്കിലും മോമോക്കോ എങ്ങനെ പാരീസിലെത്തിയെന്ന് മാത്രം മനസ്സിലായില്ല. അവളത് ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും മോമോക്കോ അതിന് ശരിക്കും മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. അങ്കിളും ആൻറ്റിയും കൊച്ചുകുട്ടികളെ പോലെ ഇപ്പോഴും ഒന്നും രണ്ടും പറഞ്ഞ് ഭയങ്കര ക്യൂട്ടായിട്ട് അടികൂടുകയാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള കപ്പിളായിട്ട് പുറത്തു നോക്കുന്ന ആർക്കായാലും തോന്നുള്ളൂ. മോമോക്ക ആൻറ്റിയോട് മറുപടി പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റാതെ പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങുന്ന അങ്കിളിനെ കണ്ടപ്പോഴത്തേക്കും ടക്കാക്കിക്ക് വളരെ കോമഡി ആയിട്ട് തോന്നി. വളരെ ഹാപ്പി ആയിട്ടുള്ള കപ്പിള്. അവർ തമ്മിലുള്ള അടുപ്പം മാരീഡ് കപ്പിൾസ് എന്നതിനേക്കാൾ വളരെ സുഹൃത്തുക്കളെ പോലെയാണ്. അത് കണ്ട് ടക്കാക്കിക്ക് സന്തോഷം തോന്നി. അങ്കിൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബുക്ക് ഷോപ്പിലെ തിരക്കുകളിലോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് ടക്കാക്കയും മോമോക്ക ആൻറ്റിയും കൂടി വീണ്ടും സെക്കൻഡ് ഫ്ലോറിലെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മോമോക്ക ആൻറ്റി ഭയങ്കര ഒരു കൊച്ചുകുട്ടികളെ പോലെ ഒരു പരിഭവത്തിലോട് ടക്കാക്കയോട് പറയാണ്, ഇത് ശരിയില്ല, നീ സട്ടോറിനോട് ഭയങ്കര സ്നേഹത്തിലാണ്, അതുപോലെ നീ എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് മിണ്ടിക്കൂടെ. ടക്കാക്കയോട് ചോദിച്ചു. അതത്ര ഈസിയായി തോന്നിയില്ലെങ്കിലും അവൾ ആൻറ്റിയോട് ഓക്കെ എന്ന് പറഞ്ഞു. മോമോക്ക എത്ര നിർബന്ധിച്ചിട്ടും അന്ന് രാത്രി മൊറസോക്കിയിൽ സ്റ്റേ ചെയ്യാതെ അവൾ ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ച് അവളുടെ താമസ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കും വഴി കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ കഫേ സേവറിലേക്ക് അവൾ കയറുകയാണ്. ലൈറ്റ് പിയാനോ മ്യൂസിക്കൊക്കെ പ്ലേ ആകുന്നുണ്ട്. ഒരു കൗണ്ടർ സൈഡിൽ സാബു ഓണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടക്കാക്കയെ കണ്ടതും കഫേ ഓണർ അവളെ കൈകാട്ടി വിളിക്കുകയാണ്. സാബുവിന് ടക്കാക്കയെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി. അവളെ ഗ്രീറ്റ് ചെയ്തു. എന്നിട്ട് സാബു അവൾക്ക് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ടക്കാക്ക നീ കുറച്ചുകൂടെ നന്നായിട്ട് സ്മൈൽ ചെയ്യാൻ പഠിക്കണം, കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ ഒരു പയ്യന്മാരെന്ന് തിരിഞ്ഞു നോക്കാതെ എപ്പോഴും ഇങ്ങനെ സിംഗിളായിട്ടിരിക്കേണ്ടി വരും. സാബു അത് പറഞ്ഞ് ചിരിക്കുകയാണ്. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ ഇല്ല എന്ന മട്ടിൽ ടക്കാക്കയിൽ നിന്നു. സാബു പതുക്കെ ടക്കാക്കയോട് പറഞ്ഞു, നീ കറക്റ്റ് ടൈമിലാണ് വന്നത്, ഞങ്ങൾ നിന്നെ പറ്റി സംസാരിക്കുകയായിരുന്നു. മോമോക്ക തിരിച്ചു വന്നല്ലേ? സട്ടൂറു എന്നോടൊന്നും പറഞ്ഞില്ല. മോമോക്ക തിരിച്ചു നിന്ന് കഫേ ഓണറാണ് സാബുവിനോട് പറഞ്ഞത്. തലേ ദിവസം അറിയാതെ എൻ്റെ നാവിൽ നിന്ന് വീണ്ടു പോയതാണെന്ന് കഫേ ഓണർ ടക്കാക്കയോട് പറഞ്ഞു. അവരങ്ങനെ കുറച്ചു നേരം മോമോക്കയെ പറ്റിയൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. ഇടയ്ക്ക് ടക്കാനോയും ചേർന്നു. ടോമോ ഇപ്പോൾ കഫേയിൽ വർക്ക് ചെയ്യുന്നില്ല, അവളുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ടോമോയും ടക്കാനോയും ഇപ്പോഴും കോണ്ടാക്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് സോണിലാണ്. അതിൽ നിന്ന് ഇതുവരെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. കുറച്ച് നേരത്തെ സംസാരത്തിന് ശേഷം സാബു പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. താമസിച്ച് കഴിഞ്ഞാൽ വൈഫ് വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കഫേയിൽ അപ്പോൾ വളരെ കുറച്ച് കസ്റ്റമേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കപ്പ് കോഫി കൂടി ഓർഡർ ചെയ്ത് ഒരു ബുക്ക് അവൾ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് ഒരല്പം വായിക്കാൻ വേണ്ടിയിട്ട് അവൾ തീരുമാനിച്ചിങ്ങനെ സൈഡ് സീറ്റ് നോക്കുന്ന സമയത്താണ് അവളൊരു കാര്യം ശ്രദ്ധിച്ചത്. വിൻഡോ സൈഡ് ടേബിളിലിരുന്ന് പുറത്തേക്ക് നോക്കുന്ന വളരെ പരിചിതമായിട്ടുള്ളൊരു ഫേസ് അവൾക്ക് ഫീൽ ചെയ്തു. ആളുടെ മുന്നിലെ ടേബിളിൽ പകുതി വായിച്ചിട്ട് കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ബുക്കും ഉണ്ട്. ആരെയോ വെയിറ്റ് ചെയ്യുന്നത് പോലെ അയാൾ പുറത്തേക്ക് തന്നെ നോക്കുകയാണ്. ഇതാരാ, കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, എവിടെ വെച്ചായിരിക്കും കണ്ടത് എന്നൊക്കെ വിചാരിച്ച് അവൾ പുള്ളിയെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അയാൾ തിരിഞ്ഞു നോക്കിയത്. ടക്കാക്കയെ കണ്ടതും ആളെ ടക്കാക്കയെ അവളുടെ കയ്യിലിരുന്ന ബുക്ക് മാറി മാറി നോക്കി. ശേഷം ഹലോ എന്ന് പറഞ്ഞു. ആ സൗണ്ട് കേട്ടപ്പോഴാണ് പുള്ളിയെ മുന്നേ എവിടെ വെച്ചാണ് കണ്ടതെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. ആൾ മൊറസാക്കി ബുക്ക് ഷോപ്പിലെ ഒരു റെഗുലർ കസ്റ്റമറാണ്. മൊറസാക്കി ബുക്ക് ഷോപ്പിൽ ടക്കാക്കോ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ആളെ ഡീൽ ചെയ്തിട്ടുണ്ട്. അവളെപ്പോഴും പുള്ളിയെ തന്നെ നോക്കുകയാണെന്ന് ഓർമ്മ വന്നപ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് കണ്ണു മാറ്റി. അല്പം എംബാരസിങ് അല്ലേ, കാരണം പുള്ളിയുടെ മുമ്പിൽ വെച്ച് തന്നെ പുള്ളി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾ പതുക്കെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഹായ്, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, അവൾ പറഞ്ഞു. അവനും അതിനെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആ ടൈമിൽ ടക്കാക്കയ്ക്ക് കോഫിയുമായിട്ട് ഒരു വെയിട്രസ് വന്നു. വെയിട്രസ് കോഫി എവിടെ വയ്ക്കണമെന്നുള്ള രീതിയിൽ ടക്കാക്കയെ നോക്കുന്നുണ്ട്, ടേബിൾ മാറി മാറി നോക്കുന്നുണ്ട്. അവൻ അത് കണ്ട് ടേബിളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? അല്പം മടിയോടെ ടക്കാക്കോ ചോദിച്ചു. ഇല്ല, ഈ ടൈമിൽ ഇനി ആരും എന്നെ തേടി വരാനില്ല, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇത് കേട്ടതും വെയിട്രസ് കോഫി ആ ടേബിളിൽ വെച്ചിട്ട് രണ്ടുപേരെയും ഗ്രീറ്റ് ചെയ്തിട്ട് പോയി. ടക്കാക്കോ സീറ്റിലിരുന്നു. ടക്കാക്കോയ്ക്ക് ഭയങ്കര ഒരു അക്വേർഡ് ഫീല് തോന്നി. രണ്ടുപേരും കുറേ നേരം ഒന്നും മിണ്ടിയില്ല. എണീറ്റ് വേറെ സീറ്റിൽ പോയിരുന്നാലോ എന്ന് വരെ അവൾ ചിന്തിച്ചു. അപ്പോഴാണ് അവൻ അടക്കി ചിരിക്കുന്നത് കണ്ടത്. എന്തിനാ ഇപ്പം ഇങ്ങനെ ചിരിക്കുന്നത് എന്ന രീതിയിൽ അവൻ അവളെ നോക്കി. അവൻ ചെറിയ ചിരിയോടെ പറഞ്ഞു, സോറി, ഈ സിറ്റുവേഷൻ എന്തോ അറേഞ്ച് മാരേജിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് സെറ്റപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണെന്ന്. അത് കേട്ടപ്പോഴത്തേക്കും ടക്കാക്കയ്ക്കും ചിരി വന്നു. ചിരിയൊക്കെ മാറ്റി നിർത്തി അവർ പരസ്പരം പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് അക്കിറ വാഡ എന്നാണ് പുള്ളി.
എൻ്റെ പേര് അക്കിറ വാഡ. പുള്ളി അടുത്തൊരു പബ്ലിഷിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ടക്കാക്കോ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്കറിയാം ടക്കാക്കോ, മുർസാക്കിയിലെ ചിയർഫുള്ളായിട്ടുള്ള ഓണർ ടക്കാക്കോ എന്ന് എപ്പോഴും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാറില്ലല്ലോ, മുർസാക്കിയിലെ ജോലി നിർത്തിയോ? അത് എൻ്റെ അങ്കിളിൻ്റെയാണ്, ടക്കാക്കോ പതുക്കെ പറയുകയാണ്. ഞാൻ ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണം മുർസാക്കിയിൽ കുറച്ച് നാൾ സ്റ്റേ ചെയ്യാൻ വന്നതാണ്, ഒരു ബാറ്ററി റീചാർജ് പോലെ. സോ ആ ടൈമിൽ ജസ്റ്റ് ഷോപ്പിൽ വർക്കൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ വേറെ ജോബായി, സോ മുർസാക്കി വിടേണ്ടി വന്നു. അത് നിങ്ങളുടെ അങ്കിളാണോ? യൂസ്ഡ് ബുക്ക് ഷോപ്പ് നടത്തുന്ന ഒരാളുടെ നീസായിരിക്കുന്നത് ഒരു ഭാഗ്യം തന്നെ, അവൾ പറഞ്ഞു. ടക്കാക്കോ മുർസാക്കിയിൽ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ പലതവണ വാടയെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് സുഖമായിരിക്കുന്നു? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പലതവണ ഷോപ്പിൽ വന്നിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, ടക്കാക്കോ ചോദിച്ചു. വാട കൂടുതൽ തവണ ഒറ്റയ്ക്കാണ് ബുക്ക് ഷോപ്പിൽ വരുന്നത്. ബട്ട് ഇടയ്ക്ക് മെലിഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒപ്പം ഉണ്ടാവും. അവർ രണ്ടുപേരും നല്ല ജോഡിയായിരുന്നതും അവൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പെൺകുട്ടിക്ക് ബുക്സിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. വാട വളരെ സീരിയസ് ആയിട്ട് ബുക്സ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ വെയിറ്റ് ചെയ്ത് ബോറടിച്ച് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന പരാതിയോട് ചോദിക്കുന്ന പെൺകുട്ടിയും അതിന് കുറച്ച് സോറി പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ എന്ന് പറയുന്ന വാടയും പലതവണ ടക്കാക്കോ കണ്ടിട്ടുണ്ട്. കപ്പിൾസായിട്ട് യൂസ്ഡ് ബുക്ക് ഷോപ്പിൽ പോകുന്നത് അത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള പരിപാടിയല്ലെന്ന് സാബു എപ്പോഴും പറയാറുമുണ്ട്. പക്ഷെ ടക്കാക്കിക്ക് അത് വളരെ ചാമിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയെന്ന് വാട പറഞ്ഞു. ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അവനതിൽ വളരെ വിഷമമുണ്ടെന്ന് പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. അവൾ ഉടനെ സോറി പറഞ്ഞെങ്കിലും ഇറ്റ്സ് ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഓക്കെ എന്നവൻ പറഞ്ഞു. അവർ തമ്മിലുള്ള ആദ്യത്തെ കോൺവെർസേഷൻ തന്നെ ഏതോ യുദ്ധത്തിൻ്റെ മൈൻഡ് ലാൻഡിൽ കാലുവെച്ചതുപോലെ അവൾക്ക് തോന്നിയത്. അല്പം ടെൻഷനോടെ വേറെ എന്തെങ്കിലും ടോപ്പിക് എടുത്തിടാൻ അവൾ ഇങ്ങനെ മൈൻഡിൽ പരതിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ മുന്നിൽ പാതി വെച്ച് കമഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ബുക്ക് കണ്ടത്. അവൾ ആ ബുക്കിനെ പറ്റിയാണ് ചോദിക്കുന്നത് അടുത്ത്. ഈ ബുക്കിൻ്റെ പേര് അപ് ദ ഹിൽ എന്നാണ്. മൊറസാക്കി ബുക്ക് ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് നല്ല ബുക്കാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊരു ട്രാജിക് ലവ് സ്റ്റോറിയാണ്. ഈ ബുക്ക് വായിക്കുമ്പോൾ റൈറ്റിങ് കുറച്ചിടത്തൊക്കെ ക്ലംസി ആയിട്ടും പല പാർട്സിൽ എന്തൊക്കെ മിസ്സാവുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുമെങ്കിലും എന്തോ എനിക്ക് ബുക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ 5 തവണയിൽ കൂടുതൽ ഞാൻ വായിച്ചു. ആ ബുക്കിൻ്റെ കവർ പേജിൽ പെയിൻറ്റിങ് നോക്കിക്കൊണ്ട് വാട പറയുകയാണ്. 5 തവണയോ? അപ്പം ഞാനും അത് വായിക്കാൻ നോക്കാം. അത്ര ഷുവറായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നറിയില്ല. ടക്കാക്കോ ഇപ്പോൾ ഏത് ബുക്കാണ് വായിക്കുന്നത്? വാട ചോദിച്ചു. അവൾ ബാഗിൽ നിന്ന് അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് എടുത്ത് അവന് കാണിച്ചു കൊടുത്തു. വാട ബുക്സിനെ പറ്റി നന്നായിട്ട് നോളജുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അവൻ ആ ബുക്കിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അവളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ വളരെ അക്കോർഡായിട്ട് പറയുകയാണ്, ഞാൻ ബുക്ക് ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ബുക്സിനെ പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല. വായനയ്ക്ക് നിങ്ങൾ ബുക്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതും ഇല്ലാത്തതും വലിയ മാറ്ററൊന്നുമല്ല. ആ ബുക്ക് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നെല്ലാണ് കാര്യം, വാട പറഞ്ഞു. എൻ്റെ അങ്കിൾ ഇത് തന്നെയാണ് സംസാരിക്കാറ്, വളരെ സന്തോഷത്തോടെ ടക്കാക്കോ പറയുകയാണ്. ഞാൻ എപ്പോഴൊക്കെ ബുക്ക് ഷോപ്പിൽ വരുന്നു അപ്പോഴൊക്കെ കൗണ്ടറിലെ കയ്യിൽ ഒരു ബുക്ക് വെച്ച് ഭയങ്കര ഇൻറ്റൻസായിട്ട് ചുറ്റും ഒന്നും അറിയാത്ത രീതിയിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ടക്കാക്കോ. അപ്പോഴൊക്കെ ഞാൻ ക്യൂരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്, ഇത്ര ഇൻറ്റൻസായിട്ട് എന്തായിരിക്കും വായിക്കുന്നതെന്ന്. അതിന് ചിരിച്ചുകൊണ്ട്, ആണോ, ഐ എം റിയലി സോറി, ഞാൻ ശരിക്കും വളരെ മോശം എംപ്ലോയി ആണല്ലേ. നോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ അങ്ങനെ ഇൻറ്റൻസായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഡിസ്റ്റർബ് ചെയ്യാനായി തോന്നിയിട്ടില്ല. ഒരു ബുക്ക് ഷോപ്പിനകത്ത് ഇങ്ങനെ ഒരു ഇമേജ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ടാവും. ഒരു ചിത്രശലഭം അതിൻ്റെ കൂട് പൊളിച്ച് പുറത്തേക്ക് വരുന്നത് ശ്വാസം അടക്കി പിടിച്ച് വളരെ ഇൻട്രസ്റ്റോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ബുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് താൻ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതാ ബുക്ക് ഷോപ്പിലെ പെൺകുട്ടിയല്ലേ എന്ന് ഓർമ്മ വന്നത്. വാട പറഞ്ഞാൽ ശരിയാണെന്ന് അവൾക്കും തോന്നി. ആ ടൈമിൽ അവൾ അങ്ങനെയായിരുന്നു. ക്ഷമയോടെ കൂട് തുറന്നു വരുന്ന ഒരു ചിത്രശലഭം പോലെയായിരുന്നു അവൾ. ഓരോ തവണ പറക്കാനുള്ള തൻ്റെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഓരോ പേജ് മറിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരാളെ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇപ്പോഴാണ് അവൾ അറിയുന്നത്. അവൾക്കത് വലിയ എംബാരസിംഗ് ആയിട്ട് തോന്നി. പക്ഷേ അവൾ മൊറസാക്കിയിൽ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും അവളുടെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് അലസമായി പോയേനെ. പക്ഷെ മൊറസാക്കിയിൽ അവൾ ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു.
അവളെ തന്നെ അവൾ വാല്യൂ ചെയ്യാൻ പഠിച്ചു. ആ ദിവസങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവൾ വാടയോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും ഒരുപാട് കാലം ഫ്രണ്ട്സ് ആയിരുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. അവൾ പറയുന്നതൊക്കെ നല്ലൊരു ലിസണറിനെ പോലെ ഇരുന്ന് കേൾക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് അവളെ ചിരിപ്പിക്കുകയും ചെയ്തു. ഷോപ്പ് ക്ലോസ് ചെയ്യാറായെന്ന് ക്ലോക്ക് നോക്കിയപ്പോഴാണ് അവൾ കണ്ടത്. മണിക്കൂറുകൾ കടന്നു പോയതുപോലും രണ്ടുപേരും അറിഞ്ഞില്ല. വാടയുടെ വീട് അടുത്തായിരുന്നത് കൊണ്ട് അവൻ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് വരെ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. മിക്ക രാത്രികളിലും ഞാനിവിടെ സ്ഥിരം കസ്റ്റമാണ്, സോ പിന്നീട് ഒരിക്കൽ കാണുന്ന ടൈമിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് വാട കൈ കൊടുക്കുകയാണ്. മിക്ക രാത്രികളിലും ഞാനിവിടെ സ്ഥിരം കസ്റ്റമാണ്, സോ പിന്നീട് ഒരിക്കൽ കാണുന്ന ടൈമിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് വാട കൈ കൊടുക്കുകയാണ്. അവൾ കഫേയിൽ നിന്ന് ഇറങ്ങി ഒന്നുകൂടെ തിരിഞ്ഞ് വാടയെ നോക്കി. വാട ഇപ്പോഴും വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുമ്പോഴത്തേക്കും അവൾക്ക് വളരെ സ്ട്രേഞ്ചായിട്ട് ഫീൽ ചെയ്തു. ശരീരം മുഴുവൻ ഭാരമില്ലാതെ കാറ്റി പറക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് നമുക്ക് മനസ്സിലായതേ ഇല്ല. അവൾ ആകാശത്തേക്ക് നോക്കി. ചെറിയൊരു ഭാഗം നഷ്ടമായ സിൽവർ സ്പൂൺ നൈറ്റ് സ്കൈയിൽ ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ മൂൺ വളരെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ആ കാഴ്ച വളരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.